കൊൽക്കത്തയിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന CPIM റാലി ആരംഭിച്ചിട്ടുണ്ട്. MA ബേബി, ബൃന്ദ കാരാട്ട് തുടങ്ങിയ ദേശീയ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, റാലി ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ നേതാക്കളൊക്കെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അവധിക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലെ ബെഹേല മണ്ഡലത്തിലാണ്. ഇവിടെ ആയിരങ്ങൾ അണിനിരക്കുന്ന CPIMന്റെ പ്രചരണ റാലി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട്, രണ്ട് ബെഹേല വെസ്റ്റ് നോർത്ത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും എന്തുമാത്രം ആളുകൾ പാർട്ടി പ്രവർത്തകർ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത്. ആളുകളാണ് എന്തായാലും കൊൽക്കത്തയിൽ നടക്കുന്ന ഈ ഒരു പ്രചരണ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ബൃന്ദ കാരാട്ട് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ബൃന്ദ കാരാട്ടിനൊപ്പം CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുണ്ട്. രണ്ട് CPIMന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ജനപിന്തുണയുടെ ഉദാഹരണം തന്നെയാണ് നമുക്ക് ഈ റാലികളിലൊക്കെ തന്നെ ഇവിടെ നടക്കുന്ന റാലികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. അത്തരത്തിൽ ഇത്തവണ വലിയൊരു മുന്നേറ്റം ബംഗാളിൽ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എല്ലാ മണ്ഡലങ്ങളിലും വലിയ തലത്തിലുള്ള ഒരു ജനസ്വീകാര്യത ഇടതുപക്ഷത്തിൻ്റെ റാലികൾക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ആയിരങ്ങൾ അണിനിരന്നുകൊണ്ട് ഇപ്പോൾ എന്തായാലും CPIM ജനറൽ സെക്രട്ടറി MA ബേബി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഖാവേ, ഈ പ്രചരണ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ ഒരു ആവേശമാണ് റാലി. ഈ തെരഞ്ഞെടുപ്പ് ഇത് നമ്മളോടൊപ്പം ചേരും. ഈ ഒരു ഒന്ന് കുറയുന്ന ഒരു സാഹചര്യത്തിൽ MA ബേബി നമ്മളോട് പ്രതികരിക്കാം എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കൊൽക്കത്തയെ തന്നെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചരണം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ ഒരു മണ്ഡലത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന ഒരു പ്രചരണ റാലി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു ആവേശം തുടങ്ങിയ പ്രചരണമാണ് നമുക്ക് കൊൽക്കത്ത കാണാൻ കഴിയുന്നത്. ഈ ആവേശം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഈ പശ്ചിമബംഗാളിൽ സഞ്ചരിച്ച പല മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞു, തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്ത CPIMന്റെ ഓഫീസുകൾ അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ പിടിച്ചെടുത്ത ഓഫീസുകൾ, BJP പിടിച്ചെടുത്ത ഓഫീസുകൾ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാവുക മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ രംഗത്ത് പിന്നോട്ടടികൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഇടതുമുന്നണിക്കും CPIMനും ബംഗാളിലുള്ളത്. കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനല്ലേ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷമാണ് യഥാർത്ഥ ബദൽ എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാപിക്കും. CPIM ജനറൽ സെക്രട്ടറി MA ബേബി നമ്മളോട് പറയുന്നത് വലിയ ജനപിന്തുണ തന്നെയാണ് ഇടതുപക്ഷത്തിന് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷമാണ് ബംഗാളിൽ കൃത്യമായിട്ട് ഒരു ബദൽ, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി ഭരണം, അക്രമഭരണത്തിനും അതോടൊപ്പം BJPയുടെ വർഗീയതയ്ക്കും കൃത്യമായിട്ടൊരു ബദൽ ഇടതുപക്ഷമാണ്. അത് ഈ ബംഗാളിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ബംഗാളിലെ ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഈ റാലികളിൽ കാണാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് എന്തായാലും CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. അവന്തിക, വിഷ്ണു, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയല്ലേ ഈ കാണുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ റാലി തന്നെ? അവന്തിക, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം അക്ഷരാർത്ഥത്തിൽ കൊൽക്കത്തയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള CPIMന്റെ പ്രചരണ റാലി തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയാതെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആവേശകരമായിട്ടുള്ള CPIMന്റെ റാലി തന്നെയാണ് നടക്കുന്നത്. ഏകദേശം 5 കിലോമീറ്ററാണ് CPIMന്റെ റാലി ഇപ്പോൾ ഉണ്ടാവുക. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
കൊൽക്കത്തയിൽ ഇവിടെ മാത്രമല്ല മറ്റ് പല മേഖലകളിലും പല മണ്ഡലങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ വലിയ റാലികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ റാലിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുതിർന്ന നേതാവ് ബൃന്ദാ കാരാട്ടുമാണ് ഈ കൊൽക്കത്തയിലെ ബഹേല മണ്ഡലങ്ങളിലെ റാലിയിൽ പങ്കെടുക്കുന്നത്. ഇതിന് സമാനമായി മറ്റ് പല മണ്ഡലങ്ങളിലും ഇതുപോലെ തന്നെ വലിയ റാലികൾ ഇടതുപക്ഷം നടത്തുന്നുണ്ട്. അത്തരത്തിൽ വലിയ ജനപിന്തുണ ഇടതുപക്ഷത്തിന് ഇത്തവണ ലഭിക്കുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ കഴിഞ്ഞ 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിൽ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. വലിയ അഴിമതി അക്രമം നിറഞ്ഞ ഭരണമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അതിനെതിരെ ഈ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം വീണ്ടും ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ റാലികളുടെ കാഴ്ചകളിൽ മനസ്സിലാകുന്നത്. അവന്തിക, നമ്മൾ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഈ 2021 അപേക്ഷിച്ച് വലിയ പോളിംഗ് ആണ് ഇപ്പോൾ ഉണ്ടായത്. ഈ SIR ഒക്കെ അതിൽ ബാധകമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടാം ഘട്ടം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മികച്ചൊരു പോളിംഗ് തന്നെയല്ലേ ഇപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത്? അവന്തിക, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ വലിയൊരു പോളിംഗ്, വലിയ റെക്കോർഡ് പോളിംഗ് തന്നെയാണ് ബംഗാളിൽ രേഖപ്പെടുത്തിയത്. എന്തായാലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റന്നാൾ ഈ ഒരു പരസ്യ പ്രചരണം അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഏറ്റവും വലിയ തോതിൽ പ്രചരണം നടത്തുക എന്ന് തന്നെയാണ് പാർട്ടി എല്ലാ മുന്നണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനാണ് ഞാൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷം വലിയൊരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ റാലികളിൽ, സമ്മേളനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള വലിയ ഒരു ജനപിന്തുണ, സ്വീകാര്യതയൊക്കെ തന്നെ ഇത്തവണ ഇടതുപക്ഷത്തിന് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ ബദൽ BJP അല്ല. തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമത്തിന് ഇടതുപക്ഷമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇടതുപക്ഷത്തോട് ബംഗാളിലെ ജനങ്ങൾ വീണ്ടും അടുക്കുന്നു എന്ന് തന്നെയാണ് നേതാക്കൾ, പ്രത്യേകിച്ച് CPM ജനറൽ സെക്രട്ടറി MA ബേബി പോലും നമ്മളോട് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ അടിവരയിടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ കൊൽക്കത്തയിൽ കാണാൻ കഴിയുന്നത്. ഇത് കൊൽക്കത്തയിലെ മാത്രം ഒരു റാലി ഒരു സാഹചര്യമല്ല. മറ്റെല്ലാ മേഖലകളിലും സമാനമായിട്ടുള്ള റാലികൾ, ആയിരക്കണക്കിന് ആളുകളാണ് CPM റാലികളെല്ലാം തന്നെ പങ്കെടുക്കുന്നത്. അവന്തിക, ശരി, വിഷ്ണുവാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിൽ ആയിരങ്ങൾ അണിനിരക്കുന്ന CPMന്റെ റാലി ആരംഭിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയാണ് ഇത്തവണ ഇടതുപക്ഷത്തിന് ഉള്ളത്. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.